എല്ലാവർക്കും സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ലുധിയാന. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലുധിയാന. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ലുധിയാന. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിശാഖദത്തൻ. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിശാഖദത്തൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. അജന്ത എല്ലോറ ഗുഹകൾ ഏതു സംസ്ഥാനത്താണ്? അജന്ത എല്ലോറ ഗുഹകൾ ഏതു സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. അജന്ത എല്ലോറ ഗുഹകൾ രാജസ്ഥാൻ. അൾമാട്ടി ഡാം ഏതു നദിക്ക് കുറുകെയാണ്? അൾമാട്ടി ഡാം ഏത് നദിക്ക് കുറുകെയാണ്? കൃഷ്ണ. അൾമാട്ടി ഡാം കൃഷ്ണ നദിക്ക് കുറുകെയാണ് അൾമാട്ടി ഡാം. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പുതുശ്ശേരി രാമചന്ദ്രൻ. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പുതുശ്ശേരി രാമചന്ദ്രൻ. ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഖാന പക്ഷി സങ്കേതം മധ്യപ്രദേശ്. ഖാന പക്ഷി സങ്കേതം മധ്യപ്രദേശ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്. 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. RBI ഗവർണറാണ് 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്. സുമിത്ര മഹാജൻ എത്രാമത്തെ ലോകസഭയുടെ സ്പീക്കറാണ്? സുമിത്ര മഹാജൻ എത്രാമത്തെ ലോകസഭയുടെ സ്പീക്കറായിരുന്നു? 16. സുമിത്ര മഹാജൻ 16ാമത്തെ ലോകസഭയുടെ സ്പീക്കറായിരുന്നു സുമിത്ര മഹാജൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ് ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ രാജാറാം മോഹൻ റോയ് ബംഗാളി പത്രമായിരുന്ന സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നു. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ രാജാറാം മോഹൻ റോയ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി R. ശങ്കർ. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി R. ശങ്കർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലം.
കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിതമായതെവിടെ? കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂർ. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂർ. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വത പ്രദേശം. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് പർവ്വത പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു. 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത. 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത ആഞ്ചലിക് കെർബർ. ആഞ്ചലിക് കെർബർ ആണ് 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദ്ബർദായി. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദ്ബർദായി. ചന്ദ്ബർദായി. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയായിരുന്നു ചന്ദ്ബർദായി. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ആചാര്യ പി സി റേ. ആചാര്യ പി സി റേ. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ആചാര്യ പി സി റേ. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത്? നവജവാൻ ഭാരത് സഭ എന്ന സംഘടന ഭഗത് സിംഗ് ആണ് സ്ഥാപിച്ചത്. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് സ്ഥാപിച്ച സംഘടനയാണ് നവജവാൻ ഭാരത് സഭ. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്? എം സി മജുംദാർ. എം സി മജുംദാർ ആണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എവിടെ വെച്ചിട്ടായിരുന്നു? ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. ഇതിൽ അധ്യക്ഷം വഹിച്ചത് എം സി മജുംദാർ ആയിരുന്നു. വർഷം 1916. ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണികഴിപ്പിച്ച മന്ദിരം? ബുലന്ദ് ദർവാസ. ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണികഴിപ്പിച്ച മന്ദിരം ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ എന്ന മന്ദിരം ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണികഴിപ്പിച്ചതാണ്. പ്രധാനമന്ത്രി റോസ്ഗർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? പ്രധാനമന്ത്രി റോസ്ഗർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമന്ത്രി റോസ്ഗർ യോജന ആരംഭിച്ചു. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജന ആരംഭിച്ചത്. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം? ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷം. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷം. 6 വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി? മൊറാർജി ദേശായി.
മൊറാർജി ദേശായിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആര്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ജെ തോംസൺ. ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ജെ തോംസൺ. ജെ തോംസൺ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആര്? മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ഡബ്ല്യു ഡോബറൈനർ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ഡബ്ല്യു ഡോബറൈനർ. ഡബ്ല്യു ഡോബറൈനർ ആണ് മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ഏത്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പാണ് ഡ്യൂറ്റീരിയം. ഡ്യൂറ്റീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥമേത്? ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ജലം. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥമാണ് ജലം. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ജലം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേരെന്ത്? സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേര് പ്രകീർണനം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേര് പ്രകീർണനം. പ്രകീർണനം. ഒരു കുതിരശക്തി 1 HP 1 ഹോഴ്സ് പവർ എത്ര വാട്ട് ആണ്? ഒരു കുതിരശക്തി എത്ര വാട്ട് ആണ്? 746 വാട്ട്. ഒരു കുതിരശക്തി 1 ഹോഴ്സ് പവർ എത്ര വാട്ട് ആണ്? 746 വാട്ട്. ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുകയാണ്. ഒരു വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഏത്? ആവൃത്തിയുടെ യൂണിറ്റ് ഏത്? ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ആവൃത്തി ഹെർട്സ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം. വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന ഒരു രോഗം സിഫിലിസ് ആണ്. സിഫിലിസ്. സിഫിലിസ്. സാഴ്സ്, പന്നിപ്പനി, പേവിഷബാധ ഇതെല്ലാം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. സിഫിലിസ് വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മലിനമായ നഗരം വാരാണസി.
കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം വാരാണസി. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലാഗ്ര. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലാഗ്ര. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. സ്വാന്തനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്വാന്തനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്വാന്തനം. കെരാറ്റോപ്ലാസി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കണ്ണ്. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം. എറണാകുളമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ? വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. ഗ്രലിനാണ് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കടൽ മത്സ്യകൃഷി. കടൽ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാരികൾച്ചർ. മാരികൾച്ചർ കടൽ മത്സ്യകൃഷി. KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി? KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ആരാച്ചാർ. ആരാച്ചാറാണ് KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ ശരിയായ വിവർത്തനം എഴുതുക. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ബേർഡ്സ് ഓഫ് ദ സെയിം ഫീതേഴ്സ് ഫ്ലോക്സ് ടുഗദർ. ബേർഡ്സ് ഓഫ് ദ സെയിം ഫീതേഴ്സ് ഫ്ലോക്സ് ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും. ബേർഡ്സ് ഓഫ് ദ സെയിം ഫീതേഴ്സ് ഫ്ലോക്സ് ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും.